നമസ്കാരം. യമൻ പൗരൻ തലാൽ അബ്ദുൽ മെഹ്ദിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പ് പിൻവലിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തയായിരുന്നു എക്സിലൂടെ പോസ്റ്റ് ചെയ്തത്. ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. വധശിക്ഷ റദ്ദാക്കിയ വിവരം ലഭിച്ചുവെന്നും മോചനം സംബന്ധിച്ച തുടർ ചർച്ചകൾ നടക്കുമെന്നുമായിരുന്നു കാന്തപുരം അറിയിച്ചിരുന്നത്. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട് എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നത്. പോസ്റ്റ് പിൻവലിച്ചതോടെ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഇപ്പോൾ തുടരുകയാണ്. വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇക്കാര്യം നിഷേധിച്ച് കേന്ദ്രം രംഗത്ത് വന്നിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ കേന്ദ്രം തള്ളിയതിന് പിന്നാലെയാണ് കാന്തപുരം പോസ്റ്റ് പിൻവലിച്ചത്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ വടക്കൻ യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകളിൽ ശുഭവാർത്ത ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനിയുള്ളത്. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെക്കുകയായിരുന്നു. ദിയാധനത്തിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ആയിട്ടില്ല. എന്നാൽ മാപ്പ് നൽകാമെന്ന ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. അന്തിമ ധാരണ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാടിൽ തന്നെയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹ്ദി ഉള്ളത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്ത് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കും വെച്ചിട്ടുണ്ട്. നേരത്തെയും സഹോദരൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹുവിന്റെ നിയമം നടപ്പാക്കണം എന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹ്ദി നേരത്തെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നതാണ്. അതേസമയം നിമിഷപ്രിയയുടെ 13 വയസ്സുകാരി മകൾ മിഷേൽ അടക്കമുള്ളവർ യമനിൽ പ്രതീക്ഷയുമായി എത്തിയിട്ടുണ്ട്. പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ K പോളിനും ഒപ്പമാണ് മിഷേൽ യമനിൽ എത്തിയത്. അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയ യാചിക്കാനാണ് കുട്ടി എത്തിയിരിക്കുന്നത്. വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കഴിഞ്ഞ 10 വർഷമായി മകൾ കണ്ടിട്ടില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് മിഷേൽ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയവായി സഹായിക്കണം. അമ്മയെ കാണാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് മിഷേൽ പറഞ്ഞിരിക്കുന്നത്. നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസും അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ദയവായി തന്റെ ഭാര്യ നിമിഷപ്രിയയെ രക്ഷിക്കണം, സ്വന്തം നാട്ടിലെത്തിക്കാൻ സഹായിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മിഷേലിനും പിതാവിനുമൊപ്പം ഡോക്ടർ K പോളും ഉണ്ടായിരുന്നു. 2017 യമൻ പൗരനായ തലാൽ അബ്ദുൽ മെഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത്. വിധി നടപ്പാവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് വധശിക്ഷ നീട്ടിവച്ചത്. തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദുൽ മെഹ്ദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം.